students, welcome to another class of physics. We are discussing the chapter effects of electric current. Effects of electric current ഇതുവരെ നമ്മൾ ജൂൾസ് ലോ അതുപോലെ തന്നെ ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റിയുടെ ഹീറ്റിംഗ് എഫക്റ്റിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഹീറ്റിംഗ് എഫക്ട്സ് ഉപയോഗിക്കുന്ന ഡിവൈസസ് അതുപോലെ തന്നെ അതിൽ വരുന്ന കുറച്ച് കണ്ടീഷൻസ് ഒക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഈ അപ്ലയൻസസിനെ ശ്രദ്ധിക്കൂ. ഈ ഹോം അപ്ലയൻസസിൽ അല്ലെങ്കിൽ ഈ ഇലക്ട്രോണിക് ഡിവൈസസിലൊക്കെ എന്തുണ്ട്? ഇത് ഇലക്ട്രിസിറ്റിനെ ഇലക്ട്രിസിറ്റിയുടെ ഹീറ്റ് എഫക്ട് ഉപയോഗിക്കുന്ന ഹോം അപ്ലയൻസസ് ആണ് അല്ലെങ്കിൽ ഡിവൈസസ് ആണ്, ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഇതിന്റെ ഏത് പാർട്ടാണ് നമ്മൾ ഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറ്. നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിസിറ്റിനെ ഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഈ അപ്ലയൻസസിലൊക്കെ ഒരു പാർട്ടാണ് ഉപയോഗിക്കുക, ഒരു ഭാഗം ഉപയോഗിക്കാറുണ്ട്. അത് ഏത് ഭാഗമാണെന്ന് അപ്പൊ നമുക്ക് പറയാം ഏതാണിത്? ഹീറ്റിംഗ് കോയിലാണ് അല്ലെ. എല്ലാ ഡിവൈസസിലും ഹീറ്റ് എഫക്ട് ഉപയോഗിക്കുന്ന എല്ലാ ഡിവൈസസിലും ഹീറ്റിംഗ് കോയിൽസ് ഉണ്ട്. ഈ ഹീറ്റിംഗ് കോയിൽസിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിസിറ്റിനെ അവിടെ ഹീറ്റിംഗ് കോയിൽസ് എന്ത് ചെയ്യുന്നു? ഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു? നമുക്ക് ഹീറ്റ് അവിടെ ഉപയോഗിക്കാൻ കഴിയുന്നു. ഇനിയിപ്പോ എല്ലാ ഡിവൈസസിലുള്ള ഹീറ്റിംഗ് കോയിൽസിനെ ഉണ്ടാക്കിയിരിക്കുന്നത് നിക്രോം ലോഹസങ്കരം വെച്ചിട്ടാണ്, അതായത് അലോയ്സ്. അപ്പൊ അലോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം മെറ്റൽസ് ഉപയോഗിച്ചുണ്ടാക്കുന്ന മെറ്റൽസിനെയാണ് നമ്മൾ അലോയ്സ് എന്ന് പറയാം. അലോയ് ലോഹസങ്കരങ്ങൾ. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ നമ്മള് നിക്രോമിനെ ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ക്രോമിയം എന്നുള്ള മെറ്റലിനെ ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് എന്താ ഇവിടെ അയണിനെയും കൂടെ അയൺ എന്നുള്ള എലമെന്റിനെയും കൂടെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ മൂന്നെണ്ണത്തിന്റെയും കൂടെ ഒരു ലോഹസങ്കരം അല്ലെങ്കിൽ അലോയ് ആണ് ആര്? നിക്രോം എന്ന് പറയുന്നത്. നമ്മൾ ഷോർട്ടാക്കി നിക്രോം എന്ന് പറയുന്നത്. അപ്പൊ ഈ നിക്രോം എന്നുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഇതിനുണ്ടാക്കിയിട്ടുള്ളത്, ഈ അപ്ലയൻസസിലെല്ലാം ഉള്ള ഹീറ്റിംഗ് കോയിലിനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോ ഇവിടെ നിക്രോമിനെ ഉപയോഗിക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവുമല്ലോ. നിക്രോമിനെ മാത്രം ഈ ഒരു ഡിവൈസസിൽ, ഈ ഹോം അപ്ലയൻസിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നിക്രോമിന് എന്തെങ്കിലുമൊക്കെ ഒരു പെക്യുലാരിറ്റീസ് ഉണ്ടാവുമല്ലോ. എന്തൊക്കെയാണ് ആ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. നിക്രോമിന് ഹൈ റെസിസ്റ്റിവിറ്റി ഉണ്ട്. ഓക്കെ, എത്ര കറണ്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും അത് ഹൈ റെസിസ്റ്റീവ് ആണ്. ഓക്കെ, അവിടെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ ആരുണ്ട്? ഹൈ റെസിസ്റ്റന്റ് ആയിട്ടുള്ള നിക്രോംസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? നിക്രോംസ് ഹൈ റെസിസ്റ്റന്റ് ആണ് അല്ലെ, ഹൈ റെസിസ്റ്റിവിറ്റി ഉണ്ട്. ഇനി നെക്സ്റ്റ് ആണ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ഇവയ്ക്ക് എന്തുണ്ട്? ഹൈ മെൽറ്റിംഗ് പോയിന്റ്. എന്താണ് മെൽറ്റിംഗ് പോയിന്റ്? ഉയർന്ന ദ്രവണാങ്കം. എന്താ ദ്രവണാങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ദ്രാവക അവസ്ഥയിലേക്ക് മാറുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഇവിടെ ചില അപ്ലയൻസസ് ഒക്കെ കൂടുതൽ കറണ്ട് കൊടുക്കുമ്പോൾ അവിടെ ഹീറ്റ് വരുമ്പോ എന്ത് ചെയ്യും? അത് ഉരുകി ഒലിച്ചു പോവാറുണ്ട്. പക്ഷെ നമ്മുടെ നിക്രോമിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് എത്ര ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാലും എന്ത് ചെയ്യും? അത് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയ കാരണം ആ ഹീറ്റിനൊക്കെ ഓവർകം ചെയ്തിട്ട് അതങ്ങനെ പിടിച്ചു നിൽക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? നിക്രോമിന് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. അത് പെട്ടെന്ന് തന്നെ ദ്രവിച്ചു വരുന്നത്, അതായത് ദ്രാവക അവസ്ഥയിലേക്ക് മാറുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് പറയാം? നമ്മൾ മുമ്പ് ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു റെഡ് ഹോട്ട് കണ്ടീഷൻ അല്ലെ. നിക്രോമിന്റെ റെഡ് ഹോട്ട് കണ്ടീഷൻ നമ്മൾ ജൂൾസ് ലോ പഠിക്കുന്നതിന് മുമ്പായിട്ട് ചില ഭാഗങ്ങളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ നിക്രോമിന്റെ കേസിൽ ഇതിന് റെഡ് ഹോട്ട് കണ്ടീഷനിൽ എത്ര സമയം വേണമെങ്കിലും നിലനിന്ന് പോവാനുള്ള കഴിവുണ്ട്. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിസിറ്റി എത്ര സമയത്തേക്ക് നമ്മൾ കൊടുക്കുന്നു അത്രയും സമയം അതെന്ത് ചെയ്യും? ചുട്ടു പഴുത്ത ഒരു റെഡ് ഹോട്ട് കണ്ടീഷനിൽ അതിന് നിലനിൽക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ഈ നിക്രോമിനുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒന്നും കൂടെ നമുക്ക് പറയാം. നെക്സ്റ്റ് ആയിട്ട് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്. തെർമൽ എക്സ്പാൻഷൻ. ഓക്കെ, ഇതിന്റെ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ. ഓക്കെ, അപ്പൊ എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മള് ഹീറ്റ്, അതായത് നമുക്ക് ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ അവിടെ ഹീറ്റ് വരുന്നുണ്ട് അല്ലെ. ഹീറ്റ് കൊടുക്കുമ്പോൾ എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യും? അത് എക്സ്പാൻഡ് ചെയ്യും. ഏതൊരു സബ്സ്റ്റൻസിന്റെ കേസ് ആണെന്നുണ്ടെങ്കിലും കൂടുതൽ ഹീറ്റ് ആയി കഴിഞ്ഞാൽ അത് എക്സ്പാൻഡ് ചെയ്യും. പക്ഷെ നിക്രോമിന്റെ കേസിൽ അങ്ങനെ വരാറില്ല. അതെന്താണ്? അതിന് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്, വളരെ കുറവാണ്. സംഭവിക്കുന്നുണ്ട് അവിടെ, പക്ഷെ എന്താണ്? വളരെ കുറവാണ്. നെഗ്ലിജിബിൾ അല്ലെ. നെഗ്ലിജിബിൾ എന്നൊരു ടേം നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും പ്രത്യേകതകൾ, ഇത്രയും പെക്യുലാരിറ്റീസ് ഉള്ള കാരണം കൊണ്ട് തന്നെ നിക്രോമിനെ നമ്മൾ ഹീറ്റിംഗ് കോയിലിൽ ഉപയോഗിക്കാറുണ്ട്. ഹീറ്റിംഗ് കോയിൽ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ ഏതാന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം? നിക്രോം ആണ്. അതിന്റെ കാരണങ്ങൾ ചോദിച്ചാൽ നമുക്ക് പറയാം അതിന് ഇത്രയും അധികം പെക്യുലാരിറ്റീസ് ഉള്ള കാരണം എന്താണ്? നമ്മൾ നിക്രോംസിനെയാണ് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് സേഫ്റ്റി ഫ്യൂസസ്.
സേഫ്റ്റി ഫ്യൂസസ് എവിടേക്കാണ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചില ഫ്ലാറ്റുകളൊക്കെ കത്തിപ്പിടിക്കുന്ന സമയത്ത് അത് ഷോർട്ട് സർക്യൂട്ട് കാരണമാണ്, അല്ലെങ്കിൽ അതോടെ ഓവർലോഡിങ് ഓവർ ഷെഡിങ് ഉണ്ടായിരുന്നു, അത് കാരണമാണ് അവിടെ തീ പിടിച്ചത്. ചില വീടുകൾക്കൊക്കെ അല്ലെ നമ്മൾ കാണാറുണ്ട്. കോമൺ ആയിട്ടുള്ള കേസസ് ആണ്. കടകൾക്ക്, ഫ്ലാറ്റുകൾക്ക്, അതുപോലെ തന്നെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. എന്താണ് ഈ ഷോർട്ട് സർക്യൂട്ട്സ്, എന്താണ് ഓവർലോഡിങ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്താണ് ഷോർട്ട് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം, ഒരു ബാറ്ററിക്ക് ഇപ്പൊ രണ്ട് എൻഡ്സ് ഉണ്ട് അല്ലെ, പോസിറ്റീവ് എൻഡും നെഗറ്റീവ് എൻഡും ഉണ്ട് അല്ലെ ബാറ്ററിക്ക്. ഈ ബാറ്ററിയുടെ പോസിറ്റീവ് എൻഡ്സും അതുപോലെ തന്നെ നെഗറ്റീവ് എൻഡും കൂടി ചേർന്നാലുള്ള അവസ്ഥ എന്താ? ഇവിടെ സ്പാർക്ക് ഉണ്ടാവാറുണ്ട്. ശ്രദ്ധിക്കാറുണ്ടോ നിങ്ങള്? ഇത് ചെയ്തു നോക്കുക. ഓക്കെ, അവിടെ ചെറിയ സ്പാർക്ക് വരാറുണ്ട്. നമ്മുടെ പോസിറ്റീവ് എൻഡിന്നും നെഗറ്റീവ് എൻഡിന്നും ഓരോ വയറുകൾ എടുത്തിട്ട് അതിനെ ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ റെസിസ്റ്റർ ഉണ്ടാവരുത്. റെസിസ്റ്റർ ഇല്ലാതെ നമ്മൾ അതിനെ സ്വയം ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവാറുണ്ട്? ഇവിടെ ഒരു സ്പാർക്ക് കാണാറുണ്ട്. ഇതന്നെയാണ് ഷോർട്ട് സർക്യൂട്ട്. അതായത് ഒരു സർക്യൂട്ടിലെ പോസിറ്റീവ് എൻഡും നെഗറ്റീവ് എൻഡും തമ്മിൽ കോണ്ടാക്റ്റിൽ വരുന്ന ഒരു സന്ദർഭം. ഓക്കെ, ആ കേസിനെയാണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുക. അപ്പൊ അവിടെ എന്തുണ്ടാവും? യെസ്, അവിടെ സ്പാർക്ക് ഉണ്ടാവും. അത് വലിയ തീപിടുത്തത്തിന് കാരണമാവും ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. പക്ഷെ അതിനെ നമുക്ക് എങ്ങനെ മറികടക്കാം? അത് അവിടെ റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കോണ്ടാക്ട് ഒഴിവാക്കാൻ നമ്മൾ റെസിസ്റ്റേഴ്സ് ആണ് അവിടെ ഉപയോഗിക്കാറ്. അപ്പൊ ഈ ഒരു കേസിൽ റെസിസ്റ്റേഴ്സ് ഇല്ലാതെ തന്നെ പോസിറ്റീവ് എൻഡും നെഗറ്റീവ് എൻഡും തമ്മിൽ കോണ്ടാക്റ്റിൽ വരുമ്പോഴാണ് അവിടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാറുള്ളത്. അപ്പൊ നമ്മൾ ഒരു കാരണം പറഞ്ഞ എന്താണ്? ഷോർട്ട് സർക്യൂട്ട് അല്ലെ. ഇനി മറ്റൊരു കാരണം പറയുന്നത് ഓവർ ഷെഡിങ് അല്ലെങ്കിൽ ഓവർലോഡ് ആണ്. ഓവർലോഡിംഗ് ആണ്. ഈ ഓവർലോഡിംഗ് പേരിൽ തന്നെ ഉണ്ട്. ഇപ്പൊ നമുക്ക് തന്നെ വർക്ക് ഒരുപാട് ഓവർലോഡ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് വളരെ ഓവർലോഡ് ആണ് നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ ഓവർലോഡിങ്ങിന്റെ അർത്ഥം ഒരു സർക്യൂട്ടിലേക്ക് നമ്മൾ കൊടുക്കാൻ പറ്റാവുന്നതിലും കൂടുതൽ അപ്ലയൻസസിനെ, ഡിവൈസസിനെ കണക്ട് ചെയ്താൽ എന്താ അവസ്ഥ? ഒരു സർക്യൂട്ടില് മാക്സിമം 5 അപ്ലയൻസസിനെ അല്ലെങ്കിൽ 5 ഡിവൈസസിനെയാണ് നമുക്ക് ആക്ച്വലി അതിലേക്ക് കണക്ട് ചെയ്യാൻ കഴിയാം. പക്ഷെ അതിന് പുറമെ നമ്മൾ 8 എണ്ണം 9 എണ്ണം 10 എണ്ണം ഒക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ അവസ്ഥ? അപ്പോഴാണ് അവിടെ ഓവർലോഡിങ് ഉണ്ടാവുന്നത്. ആ സർക്യൂട്ടിന് ഓവർലോഡ് സംഭവിച്ചു എന്നുള്ളതാണ് അപ്പൊ പറയാം. ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് ചെയ്യും? അവിടെ സ്പാർക്ക് വരും. അവിടെ ഫ്യൂസ് എന്ത് ചെയ്യും? ഫ്യൂസ് അവിടെ ഡിസ്കണക്റ്റഡ് ആവും. അപ്പൊ അങ്ങനെ ഒരു സന്ദർഭം വരും. അതിനെയാണ് നമ്മൾ ഓവർലോഡിങ്. അപ്പൊ 2 സന്ദർഭങ്ങളാണ് നമ്മുടെ സേഫ്റ്റി ഫ്യൂസിന് ഉപയോഗിക്കാൻ വേണ്ടി വരുന്നത്. ഏതൊക്കെയാണ്? ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ്ങും. ഓക്കെ, ഇനി എന്താണ് ഇവിടെ സേഫ്റ്റി ഫ്യൂസ് എന്നുള്ളത് നമുക്ക് നോക്കാം. സേഫ്റ്റി ഫ്യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇലക്ട്രിസിറ്റിയുടെ ഹീറ്റിംഗ് എഫക്റ്റ് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ആര്? safety fuses. So, safety fuses are the devices that use the heating effect of electricity. Electricity heating effect ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ആര്? സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത്. ഈ സേഫ്റ്റി ഫ്യൂസിൽ നമ്മള് സേഫ്റ്റി ഫ്യൂസിൽ ഫ്യൂസ് ഉണ്ടാക്കിയിരിക്കുന്നത് അലോയ് ഉപയോഗിച്ചിട്ടാണ്. ടിന്നിന്റെയും ലെഡിന്റെയും അലോയ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ടിൻ പ്ലസ് ലെഡ് ഉള്ള ഒരു അലോയ്. ഇതിന്റെ അലോയ് ആണ് എന്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്? സേഫ്റ്റി ഫ്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ എല്ലാ സർക്യൂട്ടിലും ഇപ്പൊ ഹോം സർക്യൂട്ടിലെല്ലാം എന്ത് കാണും? സേഫ്റ്റി ഫ്യൂസസ്. നമ്മൾ പറയാറുണ്ട് ചിലപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ ആ ഫ്യൂസ് അടിച്ചു പോയിട്ടുണ്ട്, അല്ലാതെ ചില ഡിവൈസസിലേക്ക് പറയാറുണ്ട് അതിന്റെ എന്തുണ്ട്? ഫ്യൂസ് ആയിട്ടുണ്ട്, ഫ്യൂസ് അടിച്ചു പോയിട്ടുണ്ട് എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ ഇത്തരം കേസസിലാണ് അവിടെ സേഫ്റ്റി ഫ്യൂസ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സേഫ്റ്റി ഫ്യൂസസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ടിന്ന് പ്ലസ് ലെഡ് അലോയ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള മറ്റുള്ള അലോയ്സ് ഒക്കെയാണ് സേഫ്റ്റി ഫ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ടിന്നിന്റെ ലെഡിന്റെ മാത്രമല്ല മറ്റുള്ള ചില അലോയ്സ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സേഫ്റ്റി ഫ്യൂസസിന് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും? ഈ സേഫ്റ്റി ഫ്യൂസിലൂടെ എത്രത്തോളം കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് ഓരോ ഡിവൈസിലും ഉപയോഗിക്കുന്ന സേഫ്റ്റി ഫ്യൂസിന്റെ മെറ്റീരിയലിന് ഡിഫറൻസ് വരും. ഓക്കെ, അപ്പൊ ഓരോ ഡിവൈസസിലൂടെയും കടന്നു പോകുന്ന ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോ സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കുന്ന 2 സന്ദർഭങ്ങളാണ് ഷോർട്ട് സർക്യൂട്ടിലും ഓവർലോഡിങ്ങിലും. ഇനി മറ്റൊരു കാര്യം പറയുന്നത് സേഫ്റ്റി ഫ്യൂസ് നമ്മൾ ഒരു സർക്യൂട്ടിൽ എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളതാണ്. പാരലൽ സർക്യൂട്ടും അതുപോലെ തന്നെ സീരീസും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ സീരീസ് ആയിട്ടാണോ അതോ പാരലൽ ആയിട്ടാണോ ഒരു സർക്യൂട്ടിലേക്ക് നമ്മൾ സേഫ്റ്റി ഫ്യൂസിനെ കണക്ട് ചെയ്യാറുള്ളത് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? പാരലൽ കണക്ഷൻ ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കാറുള്ളത്. പാരലൽ ആയിട്ടാണ്, പാരലൽ ടു ദ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിന് പാരലൽ ആയിട്ടാണ് നമ്മൾ ആരെ കണക്ട് ചെയ്യാറുള്ളത്? സേഫ്റ്റി ഫ്യൂസിനെ കണക്ട് ചെയ്യാറുള്ളത്. ഇനി ഇവിടെ സേഫ്റ്റി ഫ്യൂസിന്റെ ഡ്യൂട്ടി എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ?
ഓക്കെ, നമ്മൾ പറഞ്ഞു ജൂൾസ് ലോ പഠിച്ചപ്പോ ഒരുപാട് കറണ്ട് നമ്മൾ ജൂൾസ് ലോ പഠിച്ചപ്പോ കണ്ടിട്ടുണ്ടായിരുന്നു, ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുമ്പോൾ ആ ഒരു കണ്ടക്ടറിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെ. എന്നിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു H=I²RT എന്നുള്ള ആ ഒരു ഇക്വേഷനും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെയും ഏത് സർക്യൂട്ടിലാണെങ്കിലും അതിലൂടെ ഒരു ടൈം വരെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യും, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറച്ച് ലിമിറ്റിൽ അധികം കൂടി കഴിഞ്ഞാലോ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടെ എന്താ പെട്ടെന്ന് ഗ്ലാസ് എടുത്തൂടെ? അപ്പോ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ സേഫ്റ്റി ഫ്യൂസിലുള്ള ഈ ടിൻ പ്ലസ് ലെഡ് അലോയ് എന്ന് പറയുന്നത് ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ് അതിനുള്ളത്. അതായത് അത് പെട്ടെന്ന് എന്ത് ചെയ്യും, ഉരുകി പോവും. ഓക്കെ, അതിലൂടെ കൂടുതൽ ഹീറ്റ് പോയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഉരുകി പോകും. അതാണ് സേഫ്റ്റി ഫ്യൂസിൽ ഉപയോഗിക്കുന്ന അലോയ്സിന്റെ ഒക്കെ പ്രത്യേകത. ഓക്കെ, വളരെ ബലഹീനമായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടാണ് സേഫ്റ്റി ഫ്യൂസസിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മള് ജൂൾസ് ലോ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് ടൈം ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് H=I²RT അല്ലെ. ഒരു അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് കൂടും. അപ്പോ ഈ ഒരു കേസിൽ നമ്മൾ ഒരു സർക്യൂട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സേഫ്റ്റി ഫ്യൂസ് കണക്ട് ചെയ്തൊരു സർക്യൂട്ട് ഉണ്ട് എന്ന് വിചാരിക്കാം. ആ സർക്യൂട്ടിലൂടെ ഒരു ലിമിറ്റ് വരെ കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് സേഫ്റ്റി ഫ്യൂസിൽ താങ്ങാവുന്നതിലും കൂടുതലാവുന്ന സമയത്ത് അത് എന്ത് ചെയ്യും, അത് മെൽറ്റ് ആവും. ഓക്കെ, അപ്പോ എന്തുണ്ട്, എല്ലാ ഡിവൈസസിലും സേഫ്റ്റി ഫ്യൂസസ് ഉണ്ട്. ഈ സേഫ്റ്റി ഫ്യൂസസിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താണ്, ഒരു ലിമിറ്റ് ഉണ്ട്. എല്ലാ സേഫ്റ്റി ഫ്യൂസസിനും ഒരു ലിമിറ്റ് ഓഫ് കറണ്ടിനെ മാത്രമേ ഉള്ളൂ കടത്തിവിടാൻ കഴിയാം. ഓക്കെ, എല്ലാ സേഫ്റ്റി ഫ്യൂസിനും ഒരു ലിമിറ്റ് കറണ്ടിനെ മാത്രമേ ഉള്ളൂ കടത്തിവിടാൻ കഴിയാം. ഈ ലിമിറ്റ് കറണ്ടിനേക്കാളും കൂടുതൽ അത് കടത്തിവിട്ടാൽ അതിന് എന്താ സംഭവിക്കുക, അത് ഫ്യൂസ്ഡ് ആവും. ഓക്കെ, കൂടുതലായിട്ട് ഓവർഫ്ലോ, അതായത് കറണ്ട് ഓവർഫ്ലോ ചെയ്തു കഴിഞ്ഞാല് അവിടെ ഉണ്ടാകുന്ന ഹീറ്റിന്റെ എമൗണ്ടും കൂടും. ഹീറ്റിന്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് സംഭവിക്കും, ഈ ഒരു ഫ്യൂസ് വയർ ഉരുകി അവിടെ ഈ ഒരു സർക്യൂട്ട് ബ്രേക്ക് ആവും. കംപ്ലീറ്റ് ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു സ്വിച്ച് ഉണ്ടാവും, ഒരു ബാറ്ററി ഉണ്ടാവും, അതുപോലെ തന്നെ ഡിവൈസസ് കണക്ട് ചെയ്തിട്ടുണ്ടാവും, ബൾബ്, ഒരുപാട് ബൾബ്സ്, അതായത് സർക്യൂട്ടിൽ അതെല്ലാം കണക്ട് ചെയ്തതാണ് ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ എമൗണ്ട് കൂടുമ്പോ സ്വാഭാവികമായിട്ടും അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോ ഇതിന് ലിമിറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റിനേക്കാളും കൂടുതൽ ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന സമയത്ത് ഹീറ്റ് വളരെയധികം അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ എന്തിന് കാരണമാവും, സേഫ്റ്റി ഫ്യൂസ് ഉരുകാൻ വേണ്ടിയിട്ട് കാരണമാവും. അങ്ങനെ ഇവിടെ സേഫ്റ്റി ഫ്യൂസ് ഉരുകിയിട്ട് ഇവിടെ ഈ ഒരു കണക്ഷൻ ഡിസ്കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ സംഭവിക്കുക, കറണ്ട് ഫ്ലോ ചെയ്യോ, ഇല്ല. ദ എൻറ്റയർ സിസ്റ്റം അല്ലെ, ഈ ഒരു കംപ്ലീറ്റ് സർക്യൂട്ട് അവിടെ എൻഡ് ആവും അല്ലെ, സ്റ്റോപ്പ് ആവും, പിന്നെ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ ഈ ഒരു വഴിയാണ് നമ്മള് സേഫ്റ്റി ഫ്യൂസ് നമ്മളെയും മാത്രമല്ല ഡിവൈസസിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ സേഫ്റ്റി ഫ്യൂസസിലൂടെ ഒരു ലിമിറ്റ് വരെ കറണ്ട് പോകുമ്പോൾ അതെന്ത് ചെയ്യും, അവിടെ സ്വാഭാവികമായിട്ടും എന്തായാലും ഒരു ഹീറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. പക്ഷെ ഈ ഹീറ്റിന് അവരെന്ത് ചെയ്യും, അതിന്റെ സറൗണ്ടിങ്സിലേക്ക് ലിബറേറ്റ് ചെയ്യും. അതായത് സറൗണ്ടിങ്സിലേക്ക് അത് ചുറ്റുപാടിലേക്ക് അത് ലിബറേറ്റ് ചെയ്യും, പുറന്തള്ളുന്ന പറയുന്നത്. പക്ഷെ അതിൽ ട്രാൻസ്മിറ്റ് ചെയ്യാവുന്നതിനേക്കാളും കൂടുതൽ ഹീറ്റ് വരുമ്പോഴാണ് അവിടെ ഒരു പ്രശ്നം വരുന്നത് അല്ലെ. അതായത് ഇത് എത്ര ഹീറ്റ് ലിബറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ എന്താവും, ആ ഫ്യൂസ് അവിടെ ഡിസ്കണക്റ്റഡ് ആവും. കാരണം എന്താണ്, ഇതിന് താങ്ങാവുന്നതല്ലേ താങ്ങാൻ പറ്റുള്ളൂ, താങ്ങാവുന്ന കറണ്ടിനെ അല്ലേ അതിന് എടുക്കാൻ കഴിയുള്ളൂ. അതിൽ കൂടുതൽ കറണ്ട് എത്തുമ്പോഴാണ് ചിലപ്പോൾ വോൾട്ടേജ് ഒക്കെ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ കാണാറുണ്ട് എന്താണ്, ചില ഡിവൈസസ് ഒക്കെ ഫ്യൂസ് ആയി പോവാറുണ്ട് അല്ലെ. അപ്പോ ഇതാണ് അതിൽ സംഭവിക്കുന്നത്. ഇപ്പൊ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വെൻ heat producer or heat generated, what happens to the fuse wire, അല്ലെങ്കിൽ why the fuse wire melt. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഫ്യൂസ് വയർ ഉണ്ടാക്കിയിരിക്കുന്നത് ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ഉള്ള അലോയ്സ് യൂസ് ചെയ്തിട്ടാണ്. സോ ഓവർ ഹീറ്റ് അവിടെ ജനറേറ്റ് ചെയ്യുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഇവിടെ നമ്മുടെ ഫ്യൂസ് വയർ മെൽറ്റ് ആയിട്ട് അവിടെ സർക്യൂട്ട്. ഇനി നമ്മളൊരു സർക്യൂട്ടിലേക്ക് സേഫ്റ്റി ഫ്യൂസിനെ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാന്ന് 3 പോയിന്റ്സ് ആയിട്ട് നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാ നോക്കൂ. ഒന്നാമത്തെ എന്ന് പറയുന്നത് കറക്റ്റ് ആംപിയറേജ് ഉള്ള, അതായത് ഡിവൈസിന്റെ ആംപിയറേജിന് അനുസരിച്ചിട്ടുള്ള
സേഫ്റ്റി ഫ്യൂസുമാണ് നമ്മൾ കണക്ട് ചെയ്യാണ്. എന്താണ് ആംപിയറേജ്? അതായത് ഓരോ ഇലക്ട്രിക് ഡിവൈസസിനും എന്തുണ്ട്? ഓരോ പവർ ഉണ്ട് അല്ലെ. അപ്പൊ ആ പവറിന് അനുസരിച്ചിട്ടുള്ള സേഫ്റ്റി ഫ്യൂസസ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ സർക്യൂട്ടിൽ കണക്ട് ചെയ്യാനുള്ളത് എന്നാണ് ഒന്ന് പറയുന്നത്. പിന്നെ ഈ സേഫ്റ്റി ഫ്യൂസ് കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ ലെഗ്സ് എല്ലാം എന്ത് ചെയ്തിരിക്കണം? ആ സർക്യൂട്ടിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണം എന്നാണ് സെക്കൻഡ് വൺ ആയിട്ട് പറയുന്നത്. ആ സർക്യൂട്ടിന്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഈ സേഫ്റ്റി ഫ്യൂസ് തള്ളി നിൽക്കരുത്, അത് ഉള്ളിൽ തന്നെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇതിന്റെ രണ്ട് എൻഡുകളും കറക്റ്റ് ആയിട്ട് അതിന്റെ പ്രോപ്പർ എൻഡിലേക്ക് തന്നെ കണക്ട് ചെയ്യണം. പോസിറ്റീവിനെ പോസിറ്റീവ് എൻഡുമായിട്ട് നെഗറ്റീവിനെ നെഗറ്റീവ് എൻഡുമായിട്ട് തന്നെ നമ്മൾ കണക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് നമ്മളോട് പറയുന്നത് ഇലക്ട്രിക് പവറിനെ കുറിച്ചിട്ടാണ്. പവർ അപ്പോ നമ്മള് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഏത് ഡിവൈസസ് ആയാലും അതുമ്മല് എന്തുണ്ടാവാറുണ്ട്? 500 വാട്ട്, 20 വാട്ട്, 30 വാട്ട് എന്നൊക്കെ എഴുതാറുണ്ട് അല്ലെ. ചില ബൾബുകളിലൊക്കെ കാണാം എന്താണ് 300 വാട്ട് അല്ലെങ്കിൽ 30 വാട്ട് എന്നൊക്കെ കാണാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഈ 500 വാട്ട് അല്ലാന്നുണ്ടെങ്കിൽ 30 വാട്ട് എന്നൊക്കെ പറയുന്നത്? എന്താണ്? അത് അതിന്റെ പവറാണ്. ആ ഡിവൈസസിന് ഉപയോഗിക്കാവുന്ന മാക്സിമം പവറിനെയാണ് അവിടെ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പവർ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം ആണെന്നുള്ളത് അല്ലെ. ഇത് നമുക്കറിയാം. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം ആണെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ എന്താണ് ഇലക്ട്രിക് പവർ? ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്യൂട്ടിൽ ഘടിപ്പിച്ചിട്ടുള്ള, ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഡിവൈസിന് ഉപയോഗിക്കാവുന്ന മാക്സിമം അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യാവുന്ന മാക്സിമം എനർജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. സോ ഒരു ഡിവൈസിന് കൺസ്യൂം ചെയ്യാവുന്ന മാക്സിമം എനർജി പെർ യൂണിറ്റ് ടൈം, ഒരു യൂണിറ്റ് ടൈമിന്റെ ഉള്ളില് ആ ഒരു ഡിവൈസിന് കൺസ്യൂം ചെയ്യാവുന്ന, സ്വീകരിക്കാവുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാവുന്ന മാക്സിമം എനർജിനെയാണ് നമ്മളിവിടെ ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട് ആണ്. ഓക്കെ, വാട്ട് ആണ് പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ജൂൾസ് ലോ പ്രകാരം അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? അവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഹീറ്റ് ആണെന്ന് നമുക്കറിയാം അല്ലെ. ഒരു യൂണിറ്റ് ടൈമിന്റെ ഉള്ളിൽ അവിടെ ഉണ്ടായിട്ടുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത് അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഹീറ്റ് ആണ്. അതായത് H is equal to I squared RT ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ പവറിനെ കണ്ടുപിടിക്കാന്നുള്ളത് നോക്കാം. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു യൂണിറ്റ് ടൈം, ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? ഒരു യൂണിറ്റ് ടൈം ആണ്, T ആണ് അല്ലെ. പിന്നെ നമുക്കറിയാം എന്താണ് പവർ എന്ന് പറയുന്നത് W ബൈ ടി ആണ്. അതായത് വർക്ക് ഡൺ ബൈ ടി. ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു സർക്യൂട്ടിലെ വർക്ക് ഡൺ എന്ന് പറയുന്നത് അവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഹീറ്റ് ആണെന്ന് പറഞ്ഞു അല്ലെ. അതായത് H ബൈ ടി ആണല്ലോ. ഇങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ 1നെ നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്തൂടെ? 2ലേക്ക് അപ്ലൈ ചെയ്തൂടെ? അതായത് 1നെ 2ലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? P is equal to Hന്റെ സ്ഥാനത്ത് നമുക്ക് I squared RT കൊടുക്കാം ബൈ ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ടൈം T ആണല്ലോ. ഇവിടെ ടിയും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? P is equal to I squared R എന്ന് കിട്ടുമല്ലോ. ഇനി നമുക്കറിയാം ഹോംസ് ലോ പ്രകാരം I is equal to V by R ആണ് അല്ലെ. കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ അവിടുത്തെ റെസിസ്റ്ററുടെ റെസിസ്റ്റൻസ് ആണെന്ന് നമുക്കറിയാം. ഇതിനെ നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷനിൽ P is equal to I squared R ലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? P is equal to V by R all square into R എന്ന് കിട്ടൂലേ. ഇതിൽ ഈ ആറിനെയും ഇതിൽ ഒരാറിനെയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് കിട്ടും? P is equal to V by R എന്നുള്ള ഇക്വേഷൻ ആണ് കിട്ടുന്നത്. ഓക്കെ, പറഞ്ഞിട്ടുണ്ട് R is equal to V by I ആണെങ്കിൽ P എന്തായിരിക്കും എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് അല്ലെ. അതായത് Pയുടെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? P is equal to I squared R ആണ്. ഈ R എന്ന് പറയുന്നത് V by I ആണെങ്കിൽ P എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, P is equal to I squared into V by I ആണല്ലോ. ഈ ഐയും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടായത്? P is equal to VI. ഓക്കെ, അപ്പൊ ഇതും എന്താണ്? അപ്പൊ നമ്മുടെ ഇലക്ട്രിക് ഇലക്ട്രിക് പവറിന്റെ ഒരു മറ്റൊരു ഇക്വേഷൻ ആണ്. അപ്പൊ നമുക്ക് ഏതൊക്കെ ഇക്വേഷൻ കിട്ടിയപ്പോ ഇവിടെ? P is equal to VI കിട്ടിയിട്ടുണ്ടായിരുന്നു, P is equal to I squared R കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ
P is equal to V square by R അല്ലെ. ഇങ്ങനെ 3 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇത് ഓരോ പ്രോബ്ലമിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നിട്ടുള്ള കോമ്പണൻസ് ഏതൊക്കെ നോക്കിയിട്ടുള്ളതാണ്. ഇപ്പൊ ഈ ഒരു ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കറണ്ടും വോൾട്ടേജും തന്നിട്ടുണ്ട്. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ തരണം? കറണ്ടും റെസിസ്റ്ററും തരണം അല്ലെ. ഈ ഒരു ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ വോൾട്ടേജും റെസിസ്റ്ററും തരണം. അപ്പൊ ഇങ്ങനെയാണ് ഓരോ ഇക്വേഷൻസ് ഉപയോഗിക്കുക. അപ്പൊ ഇത് എന്ത് ചെയ്യാം? നോട്ടിൽ ഒരു ഭാഗത്ത് എഴുതി വെക്കുക. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ അതിന് താഴെയായിട്ട് നമുക്ക് ടെക്സ്റ്റിൽ 3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതിലേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? എ ഹീറ്റിംഗ് അപ്ലയൻസ് ഹാസ് റെസിസ്റ്റൻസ് ഓഫ് 115 ohm ഇഫ് 2 ampere കറന്റ് ഫ്ലോസ് ത്രൂ ഇറ്റ്. വാട്ട് ഈസ് ദ പവർ ഓഫ് ദി ഡിവൈസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇവിടെ പവർ ആണ് കാണേണ്ടത് അല്ലെ. P is equal to I squared R ആണ് കാണേണ്ടത്. നമുക്കറിയാം ഇതിന്റെ ഇക്വേഷൻ ഇതാണ്. ഇവിടെ I തന്നിട്ടുണ്ട് എത്രയാണ്? 2 ആംപിയർ ആണെന്ന് തന്നിട്ടുണ്ട്. 2 ആംപിയർ. R തന്നിട്ടുണ്ട് എത്രയാണ്? 115 ഓം തന്നിട്ടുണ്ട് അല്ലെ. ഇനി എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതായത് P is equal to I squared എന്ന് പറയുമ്പോൾ 2 squared into R എത്രയാ? 115. എത്ര കിട്ടും നമുക്ക്? 4 into 115 ഓം എന്ന് പറയുന്നത് 460 വാട്ട് എന്ന് കിട്ടും അല്ലെ. 460 വാട്ട് പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട്. അപ്പോ ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാല് ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലം പെട്ടെന്ന് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. മൂന്നാമത്തത്, എ കറന്റ് ഓഫ് 0.4 ആംപിയർ ഫ്ലോസ് ത്രൂ ആൻ ഇലക്ട്രിക് ബൾബ് വർക്കിംഗ് അറ്റ് 230 വോൾട്ട്. വാട്ട് ഈസ് ദ പവർ ഓഫ് ദ ബൾബ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്? I തന്നിട്ടുണ്ട്. I is equal to 0.4 ആംപിയർ എന്ന് കൊടുത്തിട്ടുണ്ട്. Then 230 വോൾട്ട് V കൊടുത്തിട്ടുണ്ട്. 230 വോൾട്ട് എന്നല്ലേ. അപ്പോ വിയും ഐയും വെച്ചിട്ടുള്ള പിയുടെ ഇക്വേഷൻ ഏതാ നോക്കാം. പവർ കാണാനുള്ള ഇക്വേഷൻ അതായത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു P is equal to VI ആണല്ലോ. ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0.4 into 230 എന്ന് കൊടുത്തു കഴിഞ്ഞാല് എത്ര കിട്ടും നമുക്ക്? 92 വാട്ട് എന്ന് കിട്ടും അല്ലെ. ഇത് ചെയ്ത് വരുമ്പോ എത്ര കിട്ടും? പവർ എന്ന് പറയുന്നത് 92 വാട്ട് എന്ന് കിട്ടും. അപ്പൊ ഓക്കെ ആണുള്ളത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇത്രയും പറഞ്ഞിട്ടുള്ളൂ. ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിന്റെ ഹീറ്റിംഗ് എഫക്ട് ഉപയോഗിക്കുന്ന ചില ഹോം അപ്ലയൻസസ് നമ്മൾ പരിചയപ്പെട്ടു. അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഹീറ്റിംഗ് കോയിൽ കൊണ്ടാണ്. ഹീറ്റിംഗ് കോയിൽ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഏതാണ്? നിക്രോം കൊണ്ടാണ്. കാരണം നിക്രോമിന് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളതായി നമ്മൾ കണ്ടു. നെക്സ്റ്റ് നമ്മൾ സേഫ്റ്റി ഫ്യൂസസിനെ പരിചയപ്പെട്ടു. സേഫ്റ്റി ഫ്യൂസസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ലോ മെൽറ്റിംഗ് പോയിന്റിലായിട്ടുള്ള അലോയിഡ്, അതായത് ടിന്നിന്റെയും ലെഡിന്റെയും അലോയ് കൊണ്ടാണ് നമ്മൾ ആരുണ്ടാക്കിയിട്ടുള്ളത്? സേഫ്റ്റി ഫ്യൂസസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ദെൻ ഒരു സർക്യൂട്ടിൽ സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഇറ്റ് ഈസ് ടു പ്രൊട്ടക്ട് us and devices from the overloading and short circuit. ശേഷം നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് ആ പ്രോബ്ലംസിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പവറിന്റെ വിവിധ ഇക്വേഷൻസ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മൾ കണ്ടു. ഓക്കെ ആണല്ലോ.